ഹലോ ഗായ്സ്. അപ്പൊ നമ്മളന്നത്തെ ഞാൻ ഒന്ന് കയറട്ടെ പെണ്ണെ. അപ്പൊ നമ്മളന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഇതുവരെ ആരും ചെയ്യാത്ത ഒരു പുതിയൊരു ഒരു സ്പെഷ്യൽ കണ്ടന്റ് ആണ്. ഇതുവരെ യൂട്യൂബിന്റെ ചരിത്രത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അത്രയും വലിയൊരു കണ്ടന്റ് ആണ്. എന്താ വെച്ചാല് റൂം ടൂർ. ആരും ചെയ്തിട്ടില്ല. ഫ്രഷ് കണ്ടന്റാ. എല്ലാരും ചെയ്തേക്കണം. അപ്പൊ കുറെ ആൾക്കാർ നമ്മളോട് എന്താ പറയാ കമന്റിലൊക്കെ ചോദിക്കലുണ്ട് റൂം ടൂർ ചെയ്യോന്ന്. അപ്പൊ ഇപ്പോഴാണ് അതിനെ പറ്റിയൊരു ഇതുണ്ടായത്. അപ്പൊ നമ്മളിന്ന് റൂം ടൂർ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ സാധാരണ റൂം ടൂർ ചെയ്യല്? ഞാൻ പണ്ടെന്നോ കല്യാണത്തിന്റെ ഒക്കെ 4 കൊല്ലം മുമ്പ് ആവാനായി. പക്ഷെ ഇപ്പോഴാണ് നമ്മള് റൂം ടൂർ ചെയ്യുന്നത്. അതെ, ഇപ്പോഴാണ് റൂം ഒന്നുകൂടി ഇതാക്കിയത്. അല്ല, റൂം മുമ്പ് ഇതാക്കിയിരുന്നു. കൊറേ ആയി. പക്ഷെ നമുക്ക് ഫെബ്രുവരി കല്യാണം കഴിഞ്ഞ ഏപ്രിലൊക്കെ റെഡി ആയിക്കണേ. വീഡിയോ ഓണാക്കിയ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മിഠായി വാങ്ങി തരാ മിഠായി. അപ്പൊ നമുക്ക് റൂം ടൂറിലേക്ക് പോകാം. അപ്പൊ ഗായ്സ്, നമ്മളെ റൂം ടൂർ ചെയ്യാൻ പോകുകയാണ്. ബിസ്മില്ലാ ചൊല്ലി റൂം ടൂർ തുടങ്ങിക്കോ. ആദ്യം തന്നെ വാതിലടക്കുക. ഇങ്ങനെയൊക്കെയാണ് റൂം ടൂറേ. ഇവിടെ വേറെ ഒരാളുണ്ട്. അപ്പൊ റൂം ആട്ടി കൊടുക്കണ്ട. അപ്പൊ ഇതാണ് റൂം. നമ്മളത് ഭയങ്കര ചെറിയ ഇങ്ങോട്ട് നിക്ക അല്ലെങ്കിൽ കുപ്പായിട്ടില്ല അതൊക്കെ കാണും. നമ്മളത് ചെറിയൊരു റൂമാണ്. കണ്ടോ, ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള റൂമാണ്. എസ്തറ്റിക് അല്ല, പക്ഷെ ഇപ്പൊ കുറച്ച് എസ്തറ്റിക് ഉള്ളൂ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ റൂം മൊത്തം എസ്തറ്റിക് ആക്കും. ഭയങ്കരമായിട്ട് ഞാൻ എസ്തറ്റിക് ആക്കും. അപ്പൊ ഇങ്ങനെയാണ്, ഇതാണ് നമ്മളെ റൂം. ഇതിലിപ്പോ പ്രത്യേകിച്ച് കാണിച്ചു തരാനൊന്നുമില്ല. അതാണ് നിങ്ങളോട് റൂം ടൂർ കാണിക്കാത്തത് അല്ലേ ജസ്ലിയെ? അതെ, ഇതിൽ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ആകെതാ ഈ 2 ഫോട്ടോ, അവിടെ ഒരു ഫോട്ടോ, പിന്നെ ഞങ്ങളെ ഇത് മലേഷ്യ പോയപ്പോ. എന്നിട്ട് കുറെ ആൾക്കാർ പറയണ്ട് ഈ ഫോട്ടോ AI ആണെന്ന്. എന്ത് AI? ഞങ്ങള് കഷ്ടപ്പെട്ട് പോയിങ്ങാണ്ട് അവിടുത്തെ എത്ര റുപ്യ കൊടുത്ത് ജസ്ലിയെ? 20. അവിടുത്തെ 20 എത്ര കൊടുത്തെടുത്തല്ലേ? അവിടുത്തെ 40 കൊടുത്തെടുത്തതാ. അവിടുത്തെ 500-600 കൊടുത്ത് ഫോട്ടോ എടുത്തതാ. എന്നിട്ട് AI അത്ര AI അല്ല, ഒറിജിനൽ അല്ലേ? അതെ. ഇനി നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് കടക്കാം. എന്ത് കാര്യം? ഇതാണ് റൂം ടൂർ പറയുന്നത്. എന്താണ് ഇനി ഇതിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കലൊക്കെ ഉണ്ട്. നീ കാണിച്ചു കൊടുക്ക. ഇതാണ് ജസ്റ്റിന്റെ മെയിൻ. ഇത് ഞാൻ പറഞ്ഞത് ഡീൽ ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ക്ലാസ്സിന് പോകുമ്പോ ഇത് അതേപോലെ തന്നെ. ഇതിലത്തെ എല്ലാ സാധനങ്ങളൊന്നും മൈക്കോട്ടേന്റെ മരുന്ന് പ്രായം ഇപ്പൊ അതൊക്കെയാണ്. പണ്ട് ഇപ്പൊ മരുന്ന് ഗുളിക അതൊക്കെയാണ്. ഇതൊന്നും ഡെയിലി യൂസ് ചെയ്യില്ലെങ്കിൽ ഇതിത്തെ ഫുള്ള് എന്നാലും കുറച്ചൊക്കെ ഞാൻ എടുക്കും. പിന്നെ എനിക്ക് ഇത് ഷുഗർ ഫിൽസ് കിട്ടിയതാണ് വാവന്റെ ബർത്ത്ഡേക്ക്. എന്ത് ചട്ടിയോ? ഇതിലെന്തോ ഒരു സാധനം വെച്ചിരിക്കുന്നു. ഞാൻ എന്ത് കാട്ടിയത് ഇങ്ങനെ ഒരു ഇതാക്കി. പിന്നെ ഓ മൈ ഗോഡ്, എന്തൊക്കെ all are my things. Okay, ഇനി നമുക്ക് അടുത്തത് ഇനി എന്തെങ്കിലും തുറക്കാണ്ടോ? ഇനി അവിടെ എന്തൊക്കെയുണ്ട്? ഇത് എനിക്ക് ഷുഗർ ഫിൽസ് കിട്ടിയത്, നമ്മളെ സ്വന്തം ഷുഗർ ഫിൽസ്. ഇതിലാണ് എന്റെ മെയിൻ മേക്കപ്പ് സാധനങ്ങൾ. പിന്നെ കാണിച്ചാലോ? ഇനി നമുക്ക് ഇനി എന്താ കാണിക്കാലോ? അവിടെ പെട്ടിയൊക്കെ കാണുന്നു. ഒരു സൈഡില് ഈ സൈഡില് എന്റെ സാധനങ്ങളാണ്, അപ്പുറത്തെ സൈഡില് വാവന്റെ സാധനങ്ങൾ കാണാൻ പോകാം. പിന്നെ ഇവിടേക്ക് ഫാനുണ്ട്. അവിടെ ആ കവറിലുള്ള വാവിന്റെ പ്ലേ ബട്ടൺ. ഇതിന്റെ ഉള്ളൊക്കെ കാണിച്ചു തരാം. ഇതിന്റെ ഉള്ളൊക്കെ ഒക്കെ നല്ല വൃത്തിയാണ്. കണ്ടോ, ഇതൊക്കെ ജസ്ലിന്റെ ഷോള്. എന്താ നോക്കി ഞാന് ഇതൊന്നുമല്ല, ദിലാറുണ്ട്. ദിലാറല്ല എനിക്ക്. ദിലാറ ഇനി ഇതേമാതിരത്തെ 3 എണ്ണം ഉണ്ട്. ഇവളടുത്ത് ഇല്ലാത്ത കളറില്ല, ഷാളില്ല. ഇവളടുത്ത് ഏത് കളറ് ഷാളും ഉണ്ടാവും. പക്ഷെ നമ്മളെപ്പോഴും എല്ലാതും ഇടലില്ല. ഇതൊക്കെ ഞാൻ വാവക്ക് ഇങ്ങനെ തേച്ചേക്കണതാണ്. പക്ഷെ ഇതിൻ്റെതാണ് കേട്ടോ. ഇത് വാവന്റെ ക്യാമറ. ഇനി ഏത് കവർ വേണമെന്നുണ്ടെങ്കിൽ, ആർക്ക് കവർ വേണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാൽ മതി. നമ്മുടെ കവറാള് ഒന്നും നമ്മള് വേസ്റ്റ് ആക്കില്ല. നിങ്ങൾക്ക് അൾമാറിയിൽ ഒരു സാധനം കാട്ടി തരാറുണ്ട്. എന്താ വൃത്തിയില്ലാതെ മടക്കിയൊക്കെ. അതെ, ഇത് വാവന്റെ. ഞാൻ എപ്പോഴും നേരാക്കി കൊടുക്കും. എന്റെ വീട്ടിൽ പോയി വന്നാൽ ഞാൻ വാവന്റെ നേരാക്കി കൊടുക്കും. ഇപ്പൊ ഞാൻ നേരാക്കി കൊടുക്കലില്ല.
കാരണം എപ്പോഴും കേടെടുത്തിക്കൊണ്ട്. അപ്പൊ എന്തിനാ നമ്മൾ നേരാക്കണം? അതെ, നിന്റത് കാണണം നിങ്ങൾ. ഇതാണ് ജസ്ലിന്റെ. അതൊക്കെ ഈ 3 തട്ടിന്റെ ജസ്ലിന്റെ ഫുള്ള് വൈബ് ഡ്രസ്സുകളും ഇതൊക്കെയാണ്. അപ്പൊ ഇതാണ് ഇത് റൂം ടൂർ. ഈ ചങ്ങായി ഇത് ആകെ നടക്കണത് കൂടി. ഇത് പിന്നെ നമ്മളെ മൈക്കകൾ, ഫോണ്, പവർ ബാങ്ക്. ഇത് സ്പൈഡർമാൻ ജസ്ലി കൊണ്ടിട്ടപ്പെടുന്നു കണ്ട പൂക്കി സ്പൈഡർമാൻ. ഇതിലെന്താ ഇവിടെ നിസ്കാര കുപ്പായം കാര്യങ്ങൾ. ഇത് വാവന്റെ ഇത് നേരാക്കി ഇതില് ഫുള്ള് ഫോണുകളാക്കാരം. ഒരു 10 രൂപ ഫോൺ വെച്ചാലും വാവ കേടെടുത്തു. അപ്പൊ ഞാന് ഇതുണ്ടോ, ഇതേതാ, ഇത് മൈക്ക്, വെറുതെ മൈക്ക വാങ്ങിപ്പെട്ട ഒരു മൈക്കാണ്. ഇത് ഞാൻ വാവക്ക് വാങ്ങിക്കൊടുത്ത ഇതാണ്, പേഴ്സാണ്. പക്ഷെ ഇതുപോലും കയ്യില് വെക്കൂല. എന്തിനാ പൈസ ഇല്ലാത്തവന് പേഴ്സ് കയ്യിൽ വെക്കും. അതെ, അപ്പൊ ഇതൊക്കെയായിരുന്നു റൂം ടൂർ. അപ്പൊ ഇതാണ് റൂം ടൂർ. ഇത് പിന്നെ ഗ്ലാസ് ഇങ്ങനെ കാട്ടിക്കൊടുക്കണം ശരിക്കും. ഇത് ഇങ്ങനെ തുറന്നിട്ട് ഇതാണ് നമ്മളെ റൂം. ഇത് ഗ്ലാസ്, ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, ഇവിടെ ഗ്ലാസ് ഉണ്ട്. ഈ റൂം മൊത്തം ഒരു ഗ്ലാസുമായാണ് കണ്ടോ. ഇവിടെ പിന്നെ സുന്ദരനായ റാഷി ഉണ്ട്. ഇതാണ് അപ്പൊ റൂം വലിയ വലിപ്പല്ല, അതാണ് ഒന്നാമത്തെ പ്രശ്നം കണ്ടോ. പക്ഷെ റൂം എങ്ങനെ ഉണ്ട് നിങ്ങൾ പറയുന്നത്? ഇവിടെ ഒരു കുറച്ച് തട്ടുകളുണ്ട്. ആ തട്ടിലൊക്കെ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങള്. എന്നാലും ഞങ്ങളെ കല്യാണ ഡ്രസ്സ് ഉണ്ട്, പിന്നെ അല്ലാത്ത അല്ലറ ചില്ലറ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയ കുറെ സാധനങ്ങളൊക്കെ അതിലുള്ളത്. അപ്പൊ ഗായ്സ്, ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ റൂം ടൂർ. അപ്പൊ റൂം ടൂർ എങ്ങനെ ചെയ്യാന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇങ്ങനെയൊക്കെ തന്നെ തോന്നുന്നു എല്ലാരും ചെയ്യണ. ബെഡ്ഷീറ്റ് ഒക്കെ കാണിച്ചു കൊടുക്കണോ റൂം ടൂറിൽ? അതാണ് ബെഡ്ഷീറ്റ്, ഇത് തലേണ, ഇതൊന്നും ആയിരുന്നില്ല ഇതിന്റെ. ജസ്ലി ഇങ്ങനത്തെ ഒക്കെ ഉണ്ട്, ഒരു ഭംഗിയില്ലാത്തത്. അപ്പൊ ഞമ്മള് വാവക്ക് എങ്ങനെയാന്ന് അറിയാൻ കുറച്ച് പച്ച, കുറച്ച് മഞ്ഞ, കുറച്ച് നീല, അതാണ് വാവന്റെ. അപ്പൊ വീഡിയോ കഴിഞ്ഞു. അപ്പൊ ഇതായിരുന്നു റൂം ടൂർ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് നല്ലോണം അടിച്ചോളി. കമന്റ് ആണ് നമുക്ക് വേണ്ടത്. അടുത്തത് നമ്മള് ഇത് ചെയ്യും, ഹോം ടൂർ ചെയ്യുന്നുണ്ട്. അത് വേണമെന്നില്ലോല് കമന്റ് അടിക്കുക. അതും ചെയ്യും, ഞാൻ ഒക്കെ ചെയ്യും. ഹോം ടൂർ വേണമെന്നില്ലോല് കമന്റ് അടിക്കുക. അപ്പൊ ഹോം ടൂർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ടൂറാ വേണ്ടത് വെച്ചാല് ആ ടൂർ എന്തൊക്കെ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് എന്ത് വീഡിയോ ഒക്കെ പ്രതീക്ഷിക്കണമെന്ന് വെച്ചാല് കമന്റ് അടിക്കുക അല്ലേ? അതല്ലേ വേണ്ടത്? എല്ലാരും പറഞ്ഞു വാവ ഒന്ന് ബാക്കിക്ക് പോയിന്ന്. വാവ എവിടെയും പോയിട്ടില്ല, വാവ തിരിച്ചു വരും. വാവന്റെ പുതിയൊരു സാധനം വരുന്നുണ്ട് അല്ലേ? ഇവളൊക്കെ അഭിനയിച്ചാലുള്ള ആ സാധനം വരിക. ഇതിനെങ്ങനെ? അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കണം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ. പച്ചു ഓക്കെ, ക്യാമറമാൻ പച്ചുവിൻ്റെ ഓടൊപ്പം വാവയും ജസ്ലീനും. ഓക്കെ, ടാറ്റ.